നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പൈസേ, നീ എന്ത് കണ്ടിട്ടാ ഈ പദ്ധതിയൊക്കെ ഇടുന്നത്? അവനവന്റെ വീട്ടിൽ കൊണ്ടുചെന്ന് കയറ്റിയാൽ പിന്നെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവേ. നമുക്കെവിടെയെങ്കിലും ഒന്ന് പിഴച്ചാൽ ഇതോടെ എല്ലാം തീരും. അത് വേണോ? ഈ ഫൈസി ഒന്നും കാണാതെ മറ്റൊന്ന് പറയില്ലെന്ന് ചാച്ചൻ ഇതുവരെ മനസ്സിലായില്ലേ? അവൾ അഞ്ജലി, ഞാൻ ഫൈസിയാണെന്ന് തിരിച്ചറിഞ്ഞു. ഫാദർ പുത്തൂരാനിൽ നിന്നും അവൾ നമ്മളെക്കുറിച്ചെല്ലാം മനസ്സിലാക്കി. എന്നിട്ട് എന്താ അവളുടെ പദ്ധതി? രാജ്മോഹന്റെ ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ച് അഞ്ജലി ഫൈസിയെ, അതായത് എന്നെ തീർക്കാനുള്ള എന്തോ തന്ത്രം ഒരുക്കുന്നുണ്ട്. എന്ത് തന്ത്രം? അവരുടെ പ്ലാനിങ് ഞാൻ കേട്ടു. അവളുടെ പദ്ധതിയിൽ അവളുടെ കഴുത്തിൽ മിന്നി കിട്ടിയവൻ തന്നെ അങ്ങ് തൊലയട്ടെ, അവളുടെ കൈ കൊണ്ട് തന്നെ. ഏതായാലും അത് കലക്കി. അപ്പൊ പിന്നെ അവനെ കൊല്ലാൻ നമ്മൾ മെനക്കെടണ്ട. കഷ്ടം, ആ പാവം വിക്കിയുടെ ഒരു തലവിധിയെ സ്വന്തം ഭാര്യയുടെ കൈകൊണ്ട് തന്നെ മരണം ഏറ്റുവാങ്ങാനാ അവന്റെ വിധി. എന്താടാ ആദ്യമായിട്ട് കാണുന്നത് പോലെ നിൽക്കുന്നേ? കുഞ്ഞുമേ, എന്താ വിക്കി? എന്താടാ നീ ഇങ്ങനെ നോക്കുന്നേ? അച്ഛനെല്ലാം പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട് മാഡം. മാഡം പറയുന്നത് പോലെ ചെയ്യാനാ പറഞ്ഞത്. സാറിനെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നുമില്ല. നോ പ്രോബ്ലം. അത് അച്ഛൻ നല്ല തിരക്കിലായിരിക്കും. ഇവിടെ കേക്ക് മുറിച്ച് ഉടൻ തന്നെ ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ആക്കും. ആ ഗ്യാപ്പിൽ നിങ്ങൾ അവനെ ആ ഫൈസയെ പൊക്കിക്കൊണ്ട് പോയേക്കണം. അവന്റെ കാമുകിയുടെ അടുത്തേക്ക് അവനെങ്ങ് പറഞ്ഞയച്ചേക്കണം. ഇനി ഇരുവരും കൂടെ സ്വർഗത്തിലോ നരകത്തിലോ ഏതെങ്കിലും പാതാളത്തിലോ എവിടെയെങ്കിലും കിടന്ന് പ്രേമിച്ചോട്ടെ. ഇന്നോട് ആ ഫൈസയുടെ അധ്യായം അടഞ്ഞിരിക്കണം. അത് നടന്നിരിക്കും മാഡം. ഓക്കെ, നീ ഇനി ഒന്നും പറയണ്ട മോളെ. വേണ്ട അഞ്ജലി, നീ വേണ്ടാത്ത ഒന്നും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണ്ട. വിട്ടുകള മോളെ. ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം കണ്ടില്ലാന്ന് നടിക്കുന്നു. ഇതും അങ്ങനെ ഇങ്ങ് വിട്. അതെ അഞ്ജലി, വേണ്ട. നിന്റെ കൈകൊണ്ട് ആ ഫൈസി തൊലഞ്ഞ പിന്നെ നിന്റെ ലൈഫും കഴിഞ്ഞില്ലേ? ക്രിമിനൽ കുറ്റമല്ലേ അത്? കൊലപാതകം. ജീവപര്യന്തമോ ഒരു കൊലക്കയറോ കിട്ടാവുന്ന ശിക്ഷയത്. വേണ്ട, വിട്ടേക്ക്. നീ ജയിലിൽ പോയാ നിന്റെ വെക്കിക്ക് പിന്നെ ആരാ ഉള്ളത്? ഇനി ഇവിടെ നിന്നവൻ ജീവനോടെ തിരിച്ചു പോവില്ല. ശരി ശരി, ഓക്കെ ഓക്കെ. എന്താ മോനെ, ഞാൻ കുറച്ചേരെ ശ്രദ്ധിക്കുന്നു. മോനെന്താ ഒരു വിഷമം പോലെ? അത് നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടച്ചാ. എന്താ പറയേ. നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലോ. എന്തായാലും പറയേ. അതച്ചാ, അത് എന്താ എന്താ എന്ത് പറ്റി അച്ഛാ? പെട്ടെന്ന് ശ്വാസം മുട്ടുന്ന പോലെ. എന്താ അറിയില്ല. ഹലോ, ഹലോ. നിന്റെ തന്ത വെറുതെ ചുമച്ചതല്ല, അത് ഞാൻ ഉണ്ടാക്കിയ ചുമയാ. ആ ടീപ്പോയിലെ ഫ്ലവേഴ്സ് കണ്ടോ നീ? അതിൽ ഞാൻ ഒരു കെമിക്കൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എവിടെ നിന്നിട്ടാണെങ്കിലും എനിക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ പല സ്ഥലത്തും പലതും ഞങ്ങൾ വെച്ചിട്ടുണ്ട്.
ചാച്ചൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ബും. എന്നാ നീ നിന്റെ വായ തുറക്കരുത്. ഇല്ല. ഓക്കെ, ഗുഡ്. ഓ അച്ഛാ. എന്താ മോനെ നീ പറയാൻ വന്നത്? ഒന്നുമില്ല ചാ, ഞാൻ പിന്നെ പറയാം. അച്ഛാ, ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു. കണ്ടിട്ട് ചത്ത ലക്ഷണമുണ്ട്. നമുക്ക് പോവാം. അത് ന്യായമല്ല മോളെ. നമ്മുടെ കണ്ണിൽ കണ്ടിട്ട് നോക്കാതെ പോകുന്നത് ശരിയല്ലേ? വാ. സറണ്ടർ. മതി, നിങ്ങൾ ഒളിപ്പോര് നിർത്തിക്കോ. ഇനി ബാക്കി സുഖജീവിതം അങ്ങ് തറവാട്ടില്, ജയിലില്. ബാക്കി അവിടെ കിടന്ന് ആസൂത്രണം ചെയ്തോ. ഇവരെ കൊണ്ടുവെക്കോ. നടക്കരുണ്ട്. എടി പെങ്കോച്ചേ, കണ്ടാ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇളം പ്രായത്തിൽ പ്രതികാരം ചെയ്യാൻ നടക്കുന്നു. നടക്കണേ ഇങ്ങോട്ട്. താനെ വണ്ടി എടുത്തിട്ടോ. നടക്കങ്ങോട്ട്. ഹലോ ഡാ, ഞങ്ങൾ പോലീസിന്റെ പിടിയിലായി. നീ വേഗം അവിടെ നിന്ന് രക്ഷപ്പെട്ടോ. അവസാന നിമിഷം അവന്റെ ഒരു കുബുദ്ധി. നീ വിളിച്ചാരെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാടാ. ഒരുത്തന്നെ രക്ഷപ്പെടില്ല. നടക്കണോട്ട്. അഞ്ജലി മോളെ, വേണ്ട. ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ? ഈ കടുകை എന്റെ മോള് ചെയ്യണ്ട. നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ചെയ്തോളാം. വേണ്ട അഞ്ജലി, എനിക്ക് പേടിയാവുന്നു. നീ ഒരാളെ കൊല്ലാനാ മുതിരുന്നത്. എനിക്കറിയാവുന്ന അഞ്ജലിക്ക് ഒരാളെ കൊല്ലാൻ കഴിയില്ലെന്ന എന്റെ വിശ്വാസം. നീ എങ്ങനെ ഇത്രയും മാറിയത്? എവിടുന്ന് കിട്ടി നിനക്കെത്ര ധൈര്യം? ഇത് വേണ്ടടാ. അവനെ പൂട്ടാൻ വേറെ എത്രയോ മാർഗങ്ങളുണ്ട്. ഇത് വേണ്ട. ദേ, ഞാനും ഗ്രീഷ്മയും പറയുന്നത് നീ കേൾക്കണം. ഇല്ലെങ്കിൽ നീ ജയിലിൽ പോകുന്നത് ഞാൻ നോക്കി നിൽക്കില്ല. ഞാനും വല്ല കടുങ്ങയും ചെയ്യും. ഇതെന്റെ നിലപാടാ. അവൻ ചാകേണ്ടവൻ തന്നെയാ, സംശയമില്ല. പക്ഷേ അത് നിന്റെ കൈകൊണ്ട് വേണ്ട. നിനക്കിനി ജീവിതം അനന്തമായി ബാക്കിയുണ്ട്. മോളെ, നീ നിന്റെ വിക്കിക്കൊപ്പം ജീവിക്ക്. മരിക്കേണ്ടവൻ മരിക്കട്ടെ. ഇനി തന്നെ അഞ്ജലി. മോനെ, വിക്കി ഇത് കുടിക്ക്, ജ്യൂസ്. താങ്ക് യു മുത്തശ്ശി. വിക്കി, നീ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? കേക്ക് കെട്ടാൻ സമയമായി. നിന്നെ അവിടെ ഏട്ടൻ തിരക്കുക. വാ വാ. മോനെ, മോനെ കട്ട് ചെയ്യേ. Happy birthday.